കണ്ണൂരിൽ നിന്ന് മമ്പ്രം ദിവാകരൻ കൂടി നമുക്ക് ടെലിഫോണിൽ ചേരുന്നു. ബൽറാം, ഒരു നിമിഷം. നമസ്കാരം ശ്രീ മമ്പ്രം ദിവാകരൻ. ശരിക്കും കെ സുധാകരന് ഈ പുറത്തിറങ്ങാൻ പോകുന്ന പട്ടികയിൽ പേരില്ല എന്ന് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾ അറിയുന്നു. താങ്കളുടെ ആദ്യ പ്രതികരണം? ഇന്നലെ തന്നെ ഞങ്ങൾ ഇതെല്ലാം അറിഞ്ഞിരുന്നു. ഞാൻ സുധാകരനും ഞാൻ ഒന്നിച്ച് പഠിച്ച ആളാണ്. 1969 കോൺഗ്രസ് നിന്ന് വിട്ടുപോയി. അദ്ദേഹം 1987 തിരിച്ചു വന്നത്. വന്നു കഴിഞ്ഞതിന് ശേഷം പുള്ളി DCC പ്രസിഡന്റ് 92 DCC പ്രസിഡന്റായി, അതിനുശേഷം MLA ആയി, മന്ത്രിയായി, MP ആയി, KPCC പ്രസിഡന്റായി. ഞാനാണ് ശ്രീ കെ സുധാകരനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ വളരെ വ്യക്തമായി പറയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 69 മുതൽ 87 വരെയുള്ള കാലഘട്ടം ഇന്ദിരാഗാന്ധിയെ തെറി വിളിച്ച് ഈ രാജ്യത്ത് ഭാരതയക്ഷി എന്ന് വിളിച്ച ഒരു മനുഷ്യനാണിത്. എന്നിട്ട് കോൺഗ്രസിൽ വന്നതിന് ശേഷം ഇന്ന് ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ കണ്ണൂരിൽ ആരുമില്ല. ഇദ്ദേഹത്തിന് ഒരു ആൾക്കാർ. ശ്രീ മമ്പ്രം, താങ്കൾക്ക് എന്റെ ശബ്ദം മനസ്സിലായി തോന്നുന്നു. ഞാൻ ശ്രീധരൻ നായരാണ്. ശ്രീ മമ്പ്രം ദിവാകരൻ, കുറച്ചു കാലമായി നിങ്ങളുടെ കുടിപ്പക നിങ്ങളുടെ വാക്കുകളിലൂടെ പുറത്തു വരികയാണോ? അല്ല, നിങ്ങൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അഭിപ്രായ വ്യത്യാസം പറയൂ. ഞാൻ ശ്രീ സുധാകരനെ ഏറ്റവും കൂടുതൽ അടുത്ത് പരിചയപ്പെട്ട്, ഞാൻ അദ്ദേഹം പ്രസിഡന്റും ഞാൻ സെക്രട്ടറി ചുമതലയുള്ള സെക്രട്ടറി ആയി ഇരിക്കുന്ന കാലത്ത് മുതൽ നമുക്ക് ഇദ്ദേഹത്തിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, കണ്ണൂരിൽ ഒരൊറ്റ കോൺഗ്രസ് നേതാവും ശ്രീ സുധാകരന്റെ പിന്നാലെ ഇല്ല എന്ന് ഞാൻ പറയും. ഹൈക്കമാൻഡിനെ ഒരു കാര്യം ചോദിക്കട്ടെ, താങ്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ. താങ്കൾക്ക് വ്യക്തിപരമായി കെ സുധാകരനുമായി വലിയ അകൽച്ചയിലായിരുന്നല്ലോ താങ്കൾ. ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞത് കെ സുധാകരൻ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ ചുവരെഴുത്തൊന്നും ഇല്ലാതെ തന്നെ ഞാൻ ഈ ആളുകളുടെ അടുത്ത് ചെന്ന് വോട്ട് ചോദിച്ച് ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കും. ഇപ്പോൾ തുടങ്ങിയതല്ല, കഴിഞ്ഞ ലോക്സഭാ സ്ഥാനാർത്ഥിയായി സുധാകരൻ വരുമ്പോഴും താങ്കൾ അവിടെ മത്സരിക്കാൻ സന്നദ്ധനായിരുന്നു. പിന്നീട് താങ്കൾ ആ തീരുമാനം പിൻവലിക്കുകയായിരുന്നു. അപ്പൊ അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ ആ നടപടി നേരിട്ട ഒരാളെന്ന നിലയിൽ കെ സുധാകരനെതിരെയുള്ള ഒരു വ്യക്തിപരമായ വൈരാഗ്യം ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന് താങ്കൾക്ക് അതിന് പിന്നിൽ കാരണമായിട്ടില്ലേ യഥാർത്ഥത്തിൽ ശ്രീ മമ്പുറം? വ്യക്തിപരമായി ഒരു വിരോധവും സുധാകരനുമായി എനിക്കില്ല. രാഷ്ട്രീയമായി ഞാൻ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി, അത് 15,000 ഉറുപ്പികയിൽ തുടങ്ങി 100 കോടി ഉറുപ്പിക ആസ്തിയുള്ള ഒരു മഹാപ്രസ്ഥാന സ്കൂൾ, കോളേജും എല്ലാം ഉണ്ടാക്കി ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുത്ത ഒരാളാണ് ഞാൻ. ശ്രീ കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ഈ ഇന്ദിരാഗാന്ധി ആസ്പത്രി തകർത്ത് തരിപ്പണമാക്കിയത് ഇന്ന്. അതുകൊണ്ട് ഞാനും അന്യ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ 3.5 കൊല്ലക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സാധാരണ പ്രവർത്തകനായി ഞാൻ നിന്നു. ശ്രീ MM ഹസൻ പ്രസിഡന്റായി വന്നപ്പോഴാണ് എന്നെ തിരിച്ചെടുത്തത്. ഇന്നും അദ്ദേഹം പറയുന്നത് ഞാൻ മരിച്ചാൽ മാത്രമേ ശ്രീ മമ്പ്രം ദിവാകരന് പാർട്ടിയിൽ ഒരു സീറ്റ് നൽകൂ എന്ന വാശിയാണ് പുള്ളി നിൽക്കുന്നത്. ഇത് ഇപ്പോൾ ഞങ്ങൾ വീണ്ടും വിളിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.